ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഹിസ്റ്ററിയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇന്ന് ഞാൻ ഹിസ്റ്ററിയിലെ സമ്പത്തും ലോകവും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഞാൻ പഠിക്കുന്നത്. എപ്പോഴും സൈലം ക്ലാസ്സസ് തന്നെയാണ് ഞാൻ കാണാറുള്ളത്. പക്ഷേ ഇന്ന് ഞാനൊന്ന് മാറ്റി പഠിച്ചിട്ടുണ്ട്, എജുപോർട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എജുപോർട്ട് സോഷ്യൽ അടിപൊളിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണ് ഞാൻ. അപ്പോൾ സൈലം അസ്ത്ര ബാച്ചിലെ ഒരുപാട് പാർട്സ്, അതായത് 6 ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ ഇന്ന് ഞാൻ എജുപോർട്ടിലെ ഒരു യൂട്യൂബ് ക്ലാസ്സാണ് ഞാൻ കാണാൻ പോകുന്നത്. ഇവരൊരു സ്റ്റോറി ആയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്, അതുകൊണ്ട് നല്ലോണം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഈ സോഷ്യൽ പഠിക്കേണ്ടതും അങ്ങനെയാണ്, അങ്ങനെ പഠിച്ചാലാണ് ഏറ്റവും എളുപ്പമാവുക. കഥ പോലെ പഠിച്ചു വെക്കുക, ഞാൻ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, എത്ര ടൈം പഠിക്കുന്നു എന്നതിലൊരു കാര്യമില്ല. നിങ്ങൾ ആ പഠിച്ച കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ 1 മണിക്കൂറേ പഠിച്ചിട്ടുള്ളൂ, ആ പഠിച്ച കാര്യം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് സോഷ്യലിൽ പറയാനുള്ളത് കേട്ടോ. അങ്ങനെ സോഷ്യൽ ക്ലാസ്സൊക്കെ കണ്ട് നോട്ടൊക്കെ എഴുതിയതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു, വേറെ സ്കൂളിലെ എന്തെങ്കിലും നോട്ട് പെൻഡിങ് ഉള്ളത് എഴുതി വെക്കാമെന്ന്. അപ്പോൾ ബയോളജി എനിക്ക് ഒരുപാട് പെൻഡിങ് ഉണ്ട്. ഞാൻ 2ാമത്തെ ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ ഈ 2nd ചാപ്റ്ററിൻ്റെ കാര്യം, പരിണാമത്തിൻ്റെ വഴികളിലൂടെ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ അതിൻ്റെ നോട്ട്സാണ് ഞാൻ എഴുതാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ ബയോളജി സ്കൂളിൽ എവിടം വരെ ആയി? നമുക്ക് 3ാമത്തെ ചാപ്റ്റർ കുറച്ചായി, പകുതിയൊക്കെ ആയി. ഇനി മുതൽ അങ്ങോട്ട് കലോത്സവം, സ്പോർട്സ് ഇതൊക്കെ വരാൻ പോവല്ലേ. അതുകൊണ്ട് ഇനി പഠിക്കാനൊന്നും അധികം സമയം കിട്ടൂല. അപ്പോൾ നിങ്ങളിപ്പോഴേ കുറച്ചൊക്കെ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. നമുക്ക് ആ സമയത്തൊന്നും പഠിക്കാനും തോന്നൂല, അങ്ങനെയൊക്കെയാണ്. ശരിക്കും ഇന്ന് എൻ്റെ കലോത്സവം 2ാമത്തെ ദിവസം കഴിഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും ഞാൻ പഠിക്കാനിരുന്നു ഗൈസ്. അതാണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു ഇപ്പോൾ ഞാൻ കാണുമ്പോൾ. സാധാരണ എനിക്കങ്ങനെ പഠിക്കാനുള്ളൊരു ഇതുപോലും വരാറില്ല, മൂഡ് പോലും വരാറില്ല. കലോത്സവമല്ലേ, കഴിഞ്ഞില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കാറാണ് പതിവ്. പക്ഷെ ഇന്നെന്തോ വീട്ടിലൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാവാം ഞാൻ പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സ്കൂളിലെ കലോത്സവവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെ കലോത്സവം വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ പോയി വേഗം കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ടാറ്റാ, ബൈ, സീ യു.